സുഹൃത്തുക്കളെ സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതിനകത്ത് നമ്മൾ പാരൻ്റ് ഡാറ്റയിലുണ്ടായിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് മതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കാണണം. ചെറുതായിട്ട് ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് മാത്രം അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഓരോ മതവിശ്വാസവും നമ്മളുടെ തന്നെ ഈ പാരൻ്റ് ഡാറ്റയിൽ ഉൾപ്പെടുന്ന ഘടകം തന്നെയാണ്. ഇപ്പം ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് എനിക്ക് പ്രാമുഖ്യം കൂടുന്നു എന്ന് മാത്രം. ഇപ്പോൾ വേറൊരാൾ ബുദ്ധമതത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവർ പിന്തുടരാൻ നിർബന്ധിതരാകും. അപ്പോൾ ആ മതം എന്ന് പറയുന്നത് നമ്മൾ വളരെ മുമ്പേ മുതൽ പിന്തുടർന്ന് വന്നിരിക്കുന്ന ഒരു ഘടകമാണെന്ന് മാത്രം. അപ്പോൾ അതിന് അത്രയും പ്രാമുഖ്യമുള്ളൂ എന്നുകൂടി നമ്മൾ കാണണം. ആ ഒരു ലക്ഷ്യമാണ് നമ്മളിവിടെ ഇതിൽ എടുത്തു പറയുന്നതിൻ്റെ വലിയ ഘടകം. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആൾ അവനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് അത് പിന്തുടരുന്നു എന്നുള്ളൂ. അതിൽ കൂടുതൽ അതിന് വലിയ അതികൂടിയ പ്രാധാന്യം വരുന്നില്ല. അപ്പോൾ ജൈനമതം വരുന്നുണ്ട്, സിഖ് മതം വരുന്നുണ്ട്, അല്ലേ, ഇസ്ലാം മതം വരുന്നുണ്ട്, യഹൂദ മതം, അങ്ങനെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര മതങ്ങളാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മ അല്ലെങ്കിൽ സാഹോദര്യം ഇവയൊക്കെയാണ് ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നത്. പക്ഷേ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിയിട്ട് അവയുടെ എല്ലാം മൂല്യം നഷ്ടപ്പെട്ട് അത് ചടങ്ങുകളെ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ സൈക്കോളജി വഴി തിരിച്ചറിയേണ്ടത് അതാണ്. അത് അന്ധമായ വിശ്വാസങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടി നമ്മളെ ഒരു പുറന്തോട് പോലെ അത് കൊണ്ടു നടന്നിട്ട് നമ്മളെല്ലാം പറയാണ്, ഞാൻ ആ മതത്തിൻ്റെ ആളാണ്, എൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഒരു വലിയ ഒന്നായി എന്ന് ഞാൻ അങ്ങ് ഭാവിക്കുകയാണ്. ഇവിടെ സൈക്കോളജിക്കൽ വരാണ്. അതായത് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാനും ഉയർന്ന താഴ്ചകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഉണ്ടായി വരുന്നതിനൊക്കെ ഒരു കാരണമായിട്ട് ഇതെല്ലാം ഭവിക്കുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെ മാറ്റി നിർത്തുക, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉള്ള ആളല്ല, നിങ്ങൾ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തുടരൂ, നമ്മളുമായിട്ട് ബന്ധം വേണ്ട, അങ്ങനെ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് തുടരുന്നതാണെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങൾക്കും അത് തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലിന് തടസ്സമാകുന്നു. ഇപ്പം ഈ ദുരഭിമാന കൊല ആലോചിച്ച് നോക്കുക. മുമ്പൊക്കെ പുറമെ അകലെ കേട്ടിരുന്നത്, രാജസ്ഥാന് ആ ഭാഗത്തൊക്കെ ആദ്യം അത് കേട്ടിരുന്നത്, പിന്നെ അത് തമിഴ്നാട്ടിൽ കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ നമ്മളിലേക്ക് അത് കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ വരെ അത് കാണുന്നുണ്ട്. അത് ആ സൈക്കോളജിയാണ് കയറി വരുന്നത്, അതാണ് തിരിച്ചറിയേണ്ടത്. അപ്പം നമ്മൾ ആ സൈക്കോളജിക്കൽ പെർവേർഷൻ എന്ന് പറയുന്ന വ്യത്യസ്തത അത് നമ്മൾ അപ്ലൈഡ് സൈക്കോളജിക്കൽ ഡിഫൈൻമെൻ്റായിട്ട് മാറുകയാണ്. ആ ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യത അതല്ലെങ്കിൽ അവയുടെയുള്ള കൃത്യത. വേറെ മതത്തിൽപ്പെട്ട ഒരാളെ ഒരു പെൺകുട്ടി പ്രേമിച്ച് വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ പ്രേമിച്ച് ജീവിക്കാനോ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെയുള്ള സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കൊല്ലുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു മതവിശ്വാസത്തിലെ അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യത്യസ്തത കൊണ്ട് അവനവൻ്റെ തന്നെ മകളെ അല്ലെങ്കിൽ ബന്ധുവിനെ കൊല്ലാൻ വരെ മനുഷ്യൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പാരൻ്റൽ ഡാറ്റ വഴി തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഘടകം. ആലോചിച്ച് നോക്കാം, രണ്ട് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളിൽ മതവിശ്വാസത്തിൽ പോയി എന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒന്നിൽ വിട്ടുപോകുന്നു എന്നുള്ള ഘടകം മാത്രം ഒരാളെ കൊല്ലുന്നതിന് വരെ നമ്മൾ തയ്യാറാവുന്നു. ആ വ്യത്യസ്തതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനകത്ത് സൈക്കോളജി വരുന്നു എന്ന് മനസ്സിലാക്കേണ്ട ഘടകം അതാണ്. വാസ്തവം പറഞ്ഞാൽ ഒരു വ്യക്തി സ്വയം തിരിച്ചറിയാണ്, ഞാൻ ഇങ്ങനെ വളർന്നു വലുതായി ഈ മതവിശ്വാസപ്പെടുന്നു, വേറെ ആൾ ആ വിശ്വാസപ്പെടുന്നു. അപ്പം അതുകൊണ്ട് നമുക്കൊരു അതിർവരമ്പ് കാണിക്കാം, നിലനിർത്താം. പക്ഷെ ആ അതിർവരമ്പ് ഭേദിച്ചു എന്നതുകൊണ്ട് ആ ആളെ കൊല്ലാൻ വരെ കാരണമാകുന്നു എന്തുണ്ടാവുമ്പോൾ അതിനകത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സംശയിക്കണമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഘടകം. അതാണ്
തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിന് എത്രമാത്രം വാല്യൂ ഉണ്ട്, ഇതെന്ന് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനത്ര വലിയ ഗൗരവമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ ഓരോ സമൂഹവും വളർന്നു വരികയും അവർക്ക് അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തുകയും ചെയ്യുമ്പോൾ അതിനകത്ത് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ആയുധമായി മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് നമ്മുടെ പാരൻ്റൽ ഡാറ്റയിലുള്ള ഘടകങ്ങളാണ്. അവയ്ക്ക് അത്ര പ്രാധാന്യമുള്ളൂ. വേറൊരു നാട്ടിൽ വളർന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, അവിടുത്തെ മതം, ഒരു പ്രത്യേകത, അവരങ്ങനെ അവിടെ ആയതുകൊണ്ട് അവരങ്ങനെ, ഇവിടെ ആയതുകൊണ്ട് ഞാനിങ്ങനെ. അപ്പം ആ രീതിയിൽ നമുക്കത് ലഘൂകരിക്കാവുന്ന ഘടകം തന്നെയാണ്. പിന്നെ ആലോചിച്ച് നോക്കുക, ഓരോരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നരബലി വരെ നടന്ന നാടാണ് നമ്മളുടേത്. അപ്പം മനുഷ്യ മനസ്സുകൾ ആ ലെവലിൽ സങ്കീർണമായ അല്ലെങ്കിൽ നിഗൂഢമായ താല്പര്യങ്ങളെല്ലാം നിലനിർത്താനുള്ള ഒരു ഇടം കൂടിയായി മാറുന്നു ഈ പാരൻ്റൽ ഡാറ്റകൾ വഴി. ഇല്ലേ, മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മാറുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ ആ ചിന്താഗതിയിലുള്ള പോരായ്മ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ വ്യത്യസ്തത മൂലം ഒരാളെ കൊല്ലുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് വളരെ പ്രത്യക്ഷമായിട്ട് ലളിതമെന്ന് തോന്നുമെങ്കിൽ പോലും സങ്കീർണത ഉൾക്കൊള്ളുന്ന ഭാഗം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ഒരു മതത്തിൽ മാത്രമേ നിലനിന്നാൽ മതി, മറ്റൊരു മതം മോശമാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക. ആ മോശത്തിൻ്റെ പേരിൽ അവർ വേണ്ട, അവിടെ ജീവിക്കണ്ട എന്നുള്ള അവസ്ഥ പോലെ വരാം. അപ്പോൾ അത് വർഗീയതയിലേക്ക് വഴിതെളിയിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഭാവിക്കുന്നു. പക്ഷെ ഇതൊരു പാരൻ്റൽ ഡാറ്റയാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലഘൂകരിക്കാം. അപ്പോൾ ആ ലെവലിൽ നമുക്ക് അതിനെ വളർത്തിക്കൊണ്ട് പോകണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ നമുക്ക് ശരിയെന്ന് വരിക. ഇപ്പം മറ്റ് രാഷ്ട്രങ്ങളിൽ കാര്യമായ മതത്തിൻ്റെ ആ സ്വാധീനം കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ബന്ധം ഇതിനേക്കാൾ മെച്ചപ്പെടുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു വിധത്തിൽ മറ്റു വിധത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നിലനിർത്തുന്നു എന്നിവിടെ തിരിച്ചറിയണം. വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു വന്നു എന്ന് നമ്മൾ കേട്ടിരുന്നെങ്കിലും വിശ്വാസത്തിൻ്റെ അളവ് കൂടുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അല്ലേ, ഓരോരോ ആചാരങ്ങളിലൊക്കെ ഭാഗമായിട്ട് ആൾക്കാർ തീർത്ഥാടനത്തിന് വരിക, തീർത്ഥാടനത്തിൽ പോകുക, അതൊക്കെ ഒരു പരിധിവരെ മാനസികമായ ഒരു സന്തോഷം നിലനിർത്തുമെങ്കിൽ പോലും അതിൽ കൂടുതൽ അതിന് യാതൊരു പ്രാധാന്യമില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എല്ലാ മതങ്ങളും മനുഷ്യരുടെ ഇടപഴകുന്നതിൻ്റെയും അവരുടെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അളവ് പരിപോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ആചാര്യന്മാരും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അനുഭവത്തിൽ അത് തിരിച്ചു പോരാണ്. ഇപ്പം ഞാൻ ഈ മതത്തിൻ്റെ വക്താവാണെന്ന് പറഞ്ഞ് ഈ അനുഷ്ഠാനങ്ങളെല്ലാം തുടർന്നിട്ട് ഞാനാണ് നല്ലത്, മറ്റുള്ളവർ മോശം, നിങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്ന, എന്നൊക്കെ ഭാവിക്കുന്ന, എന്നൊക്കെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പാരൻ്റൽ ഡാറ്റയ്ക്ക് അത്ര പ്രാധാന്യം ഉണ്ടെന്നും അത്രയ്ക്ക് പ്രാധാന്യം ഉള്ളൂ എന്നും നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ ഉൾക്കൊള്ളുന്ന ഒന്നുകൂടിയാണ് മൂല്യബോധം എന്ന് പറയുന്ന ഘടകം. മൂല്യബോധം, പാരൻ്റൽ ഡാറ്റ. അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സമയം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച്, പിന്നെ നമ്മൾ നിയമത്തിനകത്തുള്ള നമ്മളുടെ സാക്ഷരത അല്ലെങ്കിൽ നിയമബോധം ഉൾക്കൊള്ളേണ്ട വിധം, അങ്ങനെ ഈ മൂല്യബോധം എന്ന് പറയുന്നത് കുറച്ച് ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ കുറച്ചുകൂടി മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഗൗരവം കൊടുക്കുന്ന ഈ ഒരു ഘടകത്തിനാണ്, മൂല്യബോധം. അപ്പോൾ ഒരാൾ നിലനിർത്തുന്ന മൂല്യബോധമാണ് അയാളുടെ ഐഡൻറ്റിറ്റിയെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഇംഗ്ലീഷിൽ കുറേ വാക്കുകളുണ്ട് സമയത്തൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിന് എക്സാക്റ്റ്ലി ഇന്ന സമയത്ത് തന്നെ വരണം എന്ന് പറയാണ്, 9 മണിക്ക് തന്നെ. ആക്ച്വലി മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് അറ്റ് 9 o'clock, എക്സാക്ട്ലി ഇൻ ടൈം. അങ്ങനെ കുറേ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സമയം പറഞ്ഞ് നമ്മൾക്കൊരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം പല ആളുകളും അതിന് കൊടുക്കുന്ന മൂല്യം വ്യത്യാസമാണ്. ഇപ്പോൾ 9 മണിക്കൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലേ, വളരെ 9 മണിയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ അതിന് മുമ്പ് എത്തും. പക്ഷെ ആളുകൾ വൈകി വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് 9 മണി എന്ന് പറഞ്ഞാൽ അത് 9:30 ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 9:30 എത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ മീറ്റിംഗ് അല്ലേ, അതിങ്ങനെയൊക്കെ തന്നെയല്ലേ, എത്ര ഷാർപ്പ് എന്ന് പറഞ്ഞാലും 10 മണിക്കായിട്ടൊക്കെ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് വരുന്നവരുണ്ട്. അപ്പോൾ 8:30 മുതൽ 10 മണി വരെ എക്സാക്ട്ലി 9 o'clock എന്ന് പറഞ്ഞാൽ നമ്മളതിനെ
നീട്ടിക്കൊണ്ടുപോകുന്നതാണ് നമ്മുടെ സ്വഭാവം. ഇതൊക്കെ ആ ഒരു വ്യക്തി നിലനിർത്തുന്ന മൂല്യബോധത്തിൻ്റെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ മൂല്യബോധമാണ് അതിന് കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇറ്റ്സ് എ പാരൻ്റൽ ഡാറ്റ. അതേമാതിരി നിയമബോധവും ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എത്രമാത്രം നിയമം അനുസരിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്, ഇഷ്ടമുള്ള ആളുകളാണ്, അത് നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത്രയധികം നിയമങ്ങൾ ആളുകൾ വന്നു കഴിയുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതേ നിയമങ്ങൾ തന്നെ ലംഘിക്കാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിയമ ലംഘകരെ കൂടിയും അത് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് അവർ തന്നെ വിശ്വസിക്കുന്നു, അവരെ പിന്തുടരാൻ തയ്യാറല്ല. ഇപ്പം ടാക്സ് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാവുന്ന ഘടകം തന്നെയാണ്. കുറേ ആളുകൾ സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പൗരൻ എന്ന നിലയിൽ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ വിചാരിച്ച് മാന്യമായിട്ട് ടാക്സ് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ പേര് നേരെ തിരിച്ചാണ്. അതേപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇല്ലേ. എത്രമാത്രം ED കേസുകളൊക്കെ അല്ലേ, ഈ പണം അതിൻ്റെ ഉപയോഗിക്കുന്നതിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിൽ ഇതൊക്കെ സമൂഹത്തിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി വളരെ പെട്ടെന്നൊന്നും ഇളക്കാവുന്നതോ മാറ്റാവുന്ന ഘടകം തന്നെയൊന്നുമല്ല. അപ്പോൾ ആ നിയമബോധവും ഈ മൂല്യബോധവും സമയത്തിൻ്റെ വിനിയോഗവും ഈ കാര്യങ്ങളൊക്കെ പാരൻ്റലായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്നതാണെന്നും അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായ വിധത്തിലോ സമൂഹത്തിന് അനുകൂലമായ വിധത്തിലോ മാറ്റം ഉണ്ടാക്കാം എന്നുള്ളൊരു അറിവാണ് ഞാനിവിടെ നൽകുന്നത്. എപ്പോഴും നമ്മളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് ഈ നിയമത്തിനകത്ത് മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ കുറഞ്ഞ ആളുകളെ സംബന്ധിച്ച് സമയബോധവും മൂല്യബോധവും അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തണമെന്നുള്ളതാണ് ആരോഗ്യകരം. അപ്പോൾ മോശമാകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. വളരെ ഷാർപ്പായിട്ട് നിലനിർത്തുന്ന ആൾക്കാർ അതിനകത്തൊരു ലാഘവത്വം കൊടുക്കാം. കാരണം എല്ലാവർക്കും ആ ഒരേപോലെ മൂല്യബോധം ഇല്ല. അപ്പോൾ അവരങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ അറിവിൻ്റെയും ആ വളർച്ചയുടെയും ഭാഗമായിട്ട് മൂല്യബോധത്തിനകത്ത് വേണ്ടത്ര മാറ്റങ്ങൾ വേണം എന്ന് കൂടി നമ്മളിവിടെ ആവശ്യപ്പെടുകയാണ്. ഇനി അടുത്തൊരു ഭാഗത്തെക്കുറിച്ച് അടുത്ത ദിവസം ആവാം. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങളെല്ലാവർക്കും നന്ദിയുണ്ട്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.